ഇന്ന് നമുക്ക് കടലപ്പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാം. അതിനായിട്ട് 8 മണിക്കൂർ കുതിർത്ത കടലപ്പരിപ്പ് കഴുകി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെയും കുക്കറിലേക്കിട്ട് ഒരു 5 വിസിലടിച്ച് വേവിച്ചതിന് ശേഷം അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് അരച്ചും കൂടെ വയ്ക്കുന്നുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യിലേക്ക് നമ്മൾ നട്ട്സൊക്കെ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കടലപ്പരിപ്പ് ആ നെയ്യിൽ കിടന്ന് ഒന്ന് വഴന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മിക്സിയിലിട്ട് 1 ടേബിൾ സ്പൂൺ പരിപ്പ് മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, അതൊഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരി കുതിർത്ത് വെള്ളത്തിൽ വേവിച്ചിട്ട് നന്നായിട്ട് അരിച്ച് കഴുകി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നെയ്യിലിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ആ ശർക്കരയിൽ കിടന്ന് ഈ പരിപ്പൊന്ന് നന്നായിട്ട് ശർക്കരയിൽ കിടന്ന് വരണ്ട് കുറുകി വരണം. എന്തെങ്കിലും പായസത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പെട്ടെന്ന് തിളച്ചാൽ പായസത്തിനൊരു ടേസ്റ്റ് കാണത്തില്ല. തീ കുറച്ച് വെച്ചിട്ട് സമയമെടുത്ത് ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതിനെ ശർക്കരയിൽ ശരിക്ക് വരണ്ട് കിട്ടണം ആ പരിപ്പ്. പണ്ടൊക്കെ അടുപ്പിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഗ്യാസിലായതുകൊണ്ട് പെട്ടെന്ന് വറ്റിപ്പോകാതെ സമയമെടുത്ത് തന്നെ ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതും കൂടി ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ഈ പാലിൽ കിടന്ന് ഒന്നും കൂടി അതൊന്ന് വരണ്ട് വറ്റി വരണം. ഈ സമയം കൊണ്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ സമയം തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ആ പാത്രത്തിൻ്റെ ചൂട് മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പായസം ഇവിടെ പകുതി റെഡിയായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ശർക്കരയുടെ കുത്തലൊന്ന് മാറാൻ വേണ്ടിയാണ് ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. അത് പായസത്തിനൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് സമയമെടുത്തൊന്ന് വറ്റിച്ചെടുക്കുന്ന ജോലിയേ ഉള്ളൂ. 2 പ്രാവശ്യം ശർക്കരയിലും തേങ്ങാപ്പാലിലും കിടന്നതൊന്ന് വറ്റി വരണം. താങ്ക്സ് ഫോർ വാച്ചിങ്.